ഹലോ ഫ്രണ്ട്സ്, ഇത് നമ്മൾ നിന്ന ശ്രീനഗറിലത്തെ ഹോട്ടലാണ്. നല്ല റൂമൊക്കെ ആയിരുന്നു. നമ്മളിന്ന് ഗുൽമർഗിലേക്കാണ് യാത്ര. ഗുൽമർഗിലേക്ക് പോകുമ്പോൾ ടൺമർഗിലെത്തുമ്പോൾ ഒരു സ്കാം നടക്കാനുള്ള ചാൻസ് ഉണ്ട്. കാരണം അവിടെ നിന്ന് പിന്നെ മുകളിലേക്ക് കയറുമ്പോൾ റോഡെല്ലാം ബ്ലോക്ക് ആയിരിക്കും, മഞ്ഞ് വീണ് കിടക്കുന്നതുകൊണ്ട്. അതുകൊണ്ട് അവിടുത്തെ ലോക്കൽ ടാക്സികൾ വിളിക്കാൻ വേണ്ടിയിട്ട് അവിടെ പറഞ്ഞ് ഒരുപാട് പേര് വരും. കാരണം ചെയിനിട്ട വണ്ടികൾക്ക് മാത്രമേ അതിലൂടെ പോകാൻ പറ്റുള്ളൂ എന്നാണ് അവർ പറയുക. അപ്പോൾ നമ്മൾ നോക്കുക വേറെ വണ്ടികളൊക്കെ കയറി പോകുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് പോകുന്നുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് നമ്മളുടെ വണ്ടി കൊണ്ട് പോകാവുന്നതാണ്. ഇല്ലെങ്കിൽ റോഡ് ബ്ലോക്ക് ആണെന്ന് നമുക്ക് മനസ്സിലാകുകയാണെങ്കിൽ പിന്നെ ചെയിൻ്റെ ടാക്സി വിളിക്കാം. അല്ലെങ്കിൽ പിന്നെ നമ്മളുടെ വണ്ടിക്ക് പോകുന്നതായിരിക്കും നമുക്ക് ലാഭകരമായിട്ടുണ്ടാവുക. അപ്പോൾ നമ്മളോടും അങ്ങനെയല്ല, കുറച്ച് ടാക്സിക്കാർ വന്ന് പറഞ്ഞായിരുന്നു. നമ്മൾ നോക്കിയപ്പോൾ വേറെ വണ്ടികളൊക്കെ കയറി പോകുന്നുണ്ട്, ചെയിൻ ഇടാത്ത വണ്ടികളും കയറി പോകുന്നുണ്ട്. അതുകൊണ്ട് നമ്മളും നമ്മളുടെ വണ്ടിക്ക് തന്നെയാണ് പോയത്. നന്നായിട്ട് മഞ്ഞ് വീണ് കിടക്കുന്നുണ്ടായിരുന്നു, പക്ഷേ റോഡെല്ലാനും ക്ലിയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ലാതെ പോകാൻ പറ്റി. കണ്ടോ, എല്ലായിടത്തും മഞ്ഞ് വീണ് കിടക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിതാ നമ്മുടെ സ്പോട്ടിൽ എത്തിയിരിക്കുകയാണ്. നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് നമ്മൾ ആ ഒരു മഞ്ഞ് പുതച്ച് കിടക്കുന്ന സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കാം. അങ്ങ് ദൂരെ ആ കാണുന്നത് ഒരു മന്ദിറാണ്. ഫസ്റ്റ് തന്നെ നമ്മൾ ആ ഗുൽമർഗിലത്തെ ആ ഒരു ഏരിയയിലേക്ക് ഇറങ്ങുമ്പോൾ തന്നെ ഒരു സ്ലോപ്പാണ്. അപ്പോൾ അതൊരു സ്ലിപ്പറി ആയതുകൊണ്ട് തന്നെ വീഴാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് ഇറങ്ങാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് തന്നെ ഈ അവിടുത്തെ ബിസിനസ്സിന് വേണ്ടിയിട്ട് ആ സ്ലെഡ്ജേഴ്സിൻ്റെ ആൾക്കാർ വരും. നമ്മളോട് ഒരുപാട് കൺവിൻസ് ചെയ്യുന്ന രീതിയിൽ അവർ സംസാരിക്കും. പക്ഷേ നമുക്ക് ഇറങ്ങി പിടിച്ച് പതുക്കെ ഇറങ്ങി പോരാവുന്നതേ ഉള്ളൂ. അപ്പോൾ ആ സ്കാമിലൊന്നും പെടാതെ ഞങ്ങൾ തന്നെ ഇറങ്ങി പോന്നു. അതുപോലെ തന്നെ ഗുൽമർഗിൽ ഗൊണ്ടോള റൈഡും നമ്മൾക്ക് ബുക്ക് ചെയ്യാൻ പറ്റിയില്ലായിരുന്നു. പക്ഷേ അതിൻ്റെ ആവശ്യം വന്നില്ല. കാരണം അത്യാവശ്യം മഞ്ഞ് വീണ് കിടക്കുന്നതായിരുന്നു ഇവിടെയൊക്കെ ഉണ്ടായിരുന്നത്. കഴിഞ്ഞ ദിവസം സോൻമർഗിൽ പോയപ്പോൾ കുറേ നമുക്ക് സ്കാമുകളെ പറ്റി മനസ്സിലായതുകൊണ്ട് തന്നെ ഇവിടെ ഞങ്ങൾ ആ വക കാര്യങ്ങളൊന്നും ചെയ്യാനായിട്ട് നിന്നില്ല. ഞങ്ങൾ നടന്നു തന്നെ എല്ലായിടത്തും പോകാമെന്നാണ് കരുതിയത്. പിന്നെ ഇവിടെയും അത്യാവശ്യം വെയിലുണ്ടായിരുന്നുകൊണ്ട് കുട്ടികളൊക്കെ നല്ല ആക്റ്റീവായിട്ട് നിൽക്കുമായിരുന്നു കേട്ടോ. നല്ല മഞ്ഞും ഉണ്ടായിരുന്നു. ഫ്രഷായിട്ട് വീണ മഞ്ഞായതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് കളിക്കാൻ നല്ല സുഖമുണ്ടായിരുന്നു. അല്ലെങ്കിൽ പിന്നെ ഫ്രഷ് മഞ്ഞല്ലെങ്കിൽ ഒരുപാട് ചെളിയൊക്കെ കുഴഞ്ഞ് കളിക്കാനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടായിരിക്കും. ഇത് അതുകൊണ്ട് കുട്ടികൾക്കൊക്കെ മലയൊക്കെ ഉണ്ടാക്കി കളിക്കാൻ ഇഷ്ടമായിരുന്നു. അപ്പോൾ കുട്ടികൾ കളിക്കുന്നുണ്ടപ്പോൾ കൂട്ടത്തിലുള്ള ഒരു വലിയ കുട്ടി വന്നിട്ട് കളിക്കുന്നതായിട്ട് കാണുന്നത്. കാരണം മഞ്ഞ് കാണുമ്പോൾ നമ്മളും കുട്ടി എന്നുള്ള രീതിയിലേക്കായി പോകും. ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആയിട്ട് അത് എന്താ ചെയ്യേണ്ടത്, മഞ്ഞിൽ കളിക്കുക, ചാടുക, ഓടുക, ഇതൊക്കെ തന്നെയായിരുന്നു നമ്മൾ വലിയ കുട്ടികളും ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ഇവിടെ ഒരുപാട് ഇതുപോലത്തെ റൈഡുകൾ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ കുറച്ച് റീൽസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ബാക്ക്ഗ്രൗണ്ടൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മഞ്ഞിൽ കളിച്ച് നിന്ന് സമയം വൈകിയത് അറിഞ്ഞില്ല. എല്ലാവർക്കും വിശപ്പ് കൂടുതലായതുകൊണ്ട് ഞങ്ങൾ
തിരിച്ച് നമ്മൾ എത്തിയ സ്പോട്ടിൽ തന്നെ തിരിച്ചെത്തിയിട്ട് വേണം ഭക്ഷണം കഴിക്കാനായിട്ട്. മുകളിലേക്ക് കയറിയാൽ പിന്നെ ഭക്ഷണം കഴിക്കാനായിട്ടുള്ള സ്പോട്ടുകളൊന്നും ഇവിടെ ഇല്ല. അതുകൊണ്ട് തന്നെ തിരിച്ച് നമ്മുടെ വണ്ടി ഇട്ട ആ ഒരു ഏരിയയിലേക്ക് വന്നിട്ട് വേണം ഭക്ഷണം കഴിക്കാൻ. അപ്പോൾ ഞങ്ങൾ അതിന് വേണ്ടിയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ സ്പെക്സ് വയ്ക്കേണ്ട ഒരു അത്യാവശ്യ കാര്യമാണ് കേട്ടോ. കാരണം വെയിൽ ഉള്ളതുകൊണ്ട് തന്നെ വെയിൽ മഞ്ഞിൽ തട്ടുമ്പോൾ വൈറ്റും കൂടിയല്ലേ, അപ്പോൾ പെട്ടെന്ന് നമുക്ക് കണ്ണിന് ഭയങ്കര സ്ട്രെയിൻ ആകും. അപ്പോൾ സ്പെക്സ് ഉണ്ടെങ്കിലേ നമുക്ക് ഒരു പ്രൊട്ടക്റ്റഡ് ആയിട്ട് പോകാനും നോക്കാൻ തന്നെ പറ്റുള്ളൂ അങ്ങോട്ട്. അപ്പം അങ്ങനെ ഞങ്ങൾ വീണ്ടും മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. നല്ല വെയിലുണ്ട് കേട്ടോ. സ്പെക്സ് ഊരിയിട്ട് എനിക്ക് നോക്കാനേ കഴിയുന്നുണ്ടായിരുന്നില്ല, അത്രയും വെയിലാണ്. നമ്മൾ ഇരിക്കുന്ന ഈ ഏരിയയിലെല്ലാവരും നടക്കുന്ന റോട്ടിലെല്ലാവരും ഇങ്ങനെ ആ മഞ്ഞുരുകി വെള്ളമായി കിടക്കുന്ന ചെളിയായി കിടക്കുന്നതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു ആ ഏരിയയിലെല്ലാവരും. പിന്നെ അതാ കുട്ടികളെ മാത്രം നമ്മൾ ഇതിൽ കയറ്റി അവർക്ക് ഒരു എൻജോയ്മെൻ്റ് ആയിക്കോട്ടെ എന്ന് കരുതിയിട്ട് 2 പേരെയും കൂടിയും കൂട്ടിയിട്ട് ഒരെണ്ണത്തിൽ കയറ്റി കൊണ്ടുപോവാണ്. അപ്പോൾ ഇങ്ങനെ താഴേക്കൊരു സ്ലോപ്പ് ആയതുകൊണ്ട് ഇങ്ങനെ ഇഴുകി പോകുന്ന കാണാൻ നല്ല രസമുണ്ടായിരുന്നു. 2 കുട്ടികളും അത് നന്നായിട്ട് എൻജോയ് ചെയ്യുകയും ചെയ്തു കേട്ടോ. വീണ്ടും നമ്മൾ നടന്ന് അടുത്ത ആക്ടിവിറ്റിയിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ സ്കേറ്റിംഗ് ആണ്. അപ്പോൾ സ്കേറ്റിങ്ങിന് വേണ്ടിയിട്ട് ആദ്യമേ തന്നെ നമ്മളുടെ അടുത്തേക്ക് അവർ ഓരോരുത്തരായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ മണിക്കൂറിന് 2000, 3000 ആ ഒരു റേഞ്ചിലൊക്കെയാണ് ഇവർ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ നമുക്കാണെങ്കിൽ സ്കേറ്റിംഗ് അറിയില്ല, ഇത്ര റേറ്റിന് നമുക്ക് വേണ്ട താനും. അതുകൊണ്ട് നമ്മൾ ആദ്യം ഒന്ന് അത് വേണ്ടാന്ന് തന്നെ പറഞ്ഞ് അവർ ഒഴിവാക്കി വിടുമായിരുന്നു. ലാസ്റ്റ് ആയപ്പോൾ അവർ പുറകിൽ നിന്ന് മാറുന്നില്ല. അപ്പോൾ ലാസ്റ്റ് ആയപ്പോൾ നമ്മൾ പറഞ്ഞു നമുക്ക് ജസ്റ്റ് 1 മണിക്കൂറൊന്നും വേണ്ട, ഒരു 10 മിനിറ്റ് നേരത്തേക്ക് മതി, അതും ഫോട്ടോസും വീഡിയോസും മാത്രം എടുക്കാനും അങ്ങനെ മാത്രം മതി എന്ന് പറഞ്ഞിട്ട് അവസാനം നമ്മൾ അങ്ങനെയാണ് ചെയ്തത്. അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ ഒരാൾക്ക് 100 രൂപ വെച്ചിട്ട് നമുക്കത് സെറ്റാക്കി തന്നു ആൾ. പിന്നെ സ്കേറ്റിംഗ് ഒന്നും നമുക്ക് അറിയാവുന്ന ഒരു കാര്യമല്ലാത്തതുകൊണ്ട് ഒരുപാട് നമ്മൾ വീഴുമ്പോൾ തന്നെ നമുക്ക് മതിയാവും. അതുകൊണ്ട് ഈ 1 മണിക്കൂർ നേരത്തേക്ക് അത് നമുക്ക് വേർത്തല്ല. അതുകൊണ്ട് നമ്മൾ പിന്നെ ഇങ്ങനെ ചെയ്ത് അത് ഒരു എക്സ്പീരിയൻസ് ആക്കി എടുത്തു. പിന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരുപാട് ആക്ടിവിറ്റീസ് ഇതായി കാണുന്ന പോലത്തെ ഉണ്ടായിരുന്നു. ഇതിനും അവർ ആദ്യമൊക്കെ നല്ല റേറ്റാണ് പറയുന്നുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ വേണ്ട പറയുമ്പോൾ അവർ പിന്നാലെ നടന്ന് കുറച്ച് പറഞ്ഞു ലാസ്റ്റ് നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൈസ് അവർ പറഞ്ഞപ്പോൾ നമ്മളതിൽ ഓക്കെ ആയി. കാശ്മീരിലൊക്കെ വരുമ്പോൾ ബാർഗെയിൻ ചെയ്യാന്ന് പറഞ്ഞത് ഒരു സ്കിൽ തന്നെയായിട്ട് നമുക്ക് വേണ്ട ഒരു കാര്യമാണ്. കാരണം എല്ലാത്തിനും അവർ നല്ല വില കയറ്റിയാൽ പറയാം. അപ്പോൾ ബാർഗെയിനിങ് ചെയ്യാത്ത ഒരാളാണെങ്കിൽ ആ വിലക്ക് തന്നെ പോകുമ്പോൾ ഒരുപാട് രൂപ നമുക്ക് നഷ്ടം വരും. അപ്പം അങ്ങനെ ബാർഗെയിൻ ചെയ്ത് നമ്മൾ ഓരോന്ന് ചൂസ് ചെയ്യാന്നുള്ളതാണ്. ഇപ്പോൾ ഇതിൽ തന്നെ കണ്ടില്ല ഏട്ടൻ ഒരുപാട് സമയം വീണു. കാരണം നമുക്കറിയില്ല അതെങ്ങനെയാണ് സ്കേറ്റിങ്ങിൽ അതിൽ ചെയ്യേണ്ടതെന്ന്. അപ്പോൾ ആൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും കുറച്ച് ദൂരം പോകുമ്പോഴത്തേക്കും വീണ്ടും വീഴായിരുന്നു. പിന്നെ ജസ്റ്റ് ഒരു ഫണ്ണ്, നമുക്ക് ഇവിടെ മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ആ ഒരു എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട് ചെയ്തെന്ന് മാത്രം. എനിക്കിതിൽ വീഴാനായിട്ടുള്ളൊരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാനിതൊന്നും ചെയ്തില്ല. എനിക്ക് വീഴുന്നത് കണ്ടപ്പോൾ തന്നെ എനിക്ക് മതിയായി.
ബാക്കിൽ നിങ്ങൾ വന്നുണ്ടോ നോക്കിക്കോ. വീണ് ലാസ്റ്റ് വീഴ്ചയൊക്കെ മതിയായതിനു ശേഷം അച്ഛനും മോനും കൂടി സ്കേറ്റിങ്ങിൻ്റെ സാധനങ്ങളൊക്കെ തോളിൽ എഴുതിയിട്ട് നടന്നു വരുന്നതാണ് ഈ കാണുന്നത് കേട്ടോ. അങ്ങനെ സ്കേറ്റിങ്ങും ബാക്കിയുള്ള ആക്ടിവിറ്റീസൊക്കെ കഴിഞ്ഞ് നമ്മൾ വീണ്ടും മുകളിലേക്ക് പോവാണ്. അപ്പോൾ നടന്നു തന്നെയാണ് പോകുന്നത്. ഒരുപാട് ആക്ടിവിറ്റീസ് നടക്കുന്ന ഏരിയ ആയതുകൊണ്ട് ആ ഉന്തുവണ്ടിയിലൊക്കെ കയറ്റി, ആ മരത്തിൻ്റെ ആ ഒരു തടി വണ്ടിയിലൊക്കെ കയറ്റി പോകുന്നതായതുകൊണ്ട് കുറച്ച് സ്ലോപ്പാണ്, സ്ലിപ്പറിയാണ്, കുറച്ച് ബുദ്ധിമുട്ടാണ് നമുക്ക് കയറി പോകാനായിട്ട്. നമ്മൾ കാർട്ടൂൺസിലോ അല്ലെങ്കിൽ സിനിമയിലോ അങ്ങനെയൊക്കെ കാണുന്ന പോലെ ഫുള്ള് മഞ്ഞായിട്ട് കിടക്കുന്ന ഒരു സ്ഥലം എന്തോ ഒരു അത്ഭുതകരമായിട്ടുള്ളൊരു കാര്യമായിട്ടില്ലേ. എവിടെ നോക്കിയാലും മഞ്ഞ് മാത്രമേ ഉള്ളൂ കാണാനായിട്ട്. ഇപ്പോൾ നമ്മൾ സോൻമർഗിൽ പോയപ്പോഴായാലും പഹൽഗാമിൽ പോയപ്പോഴായാലും എല്ലായിടത്തും മഞ്ഞ് തന്നെയാണ്. ഞങ്ങളുടെ ഡ്രൈവർ തന്നെ ഞങ്ങളോട് ചോദിക്കാൻ തുടങ്ങി, എല്ലായിടത്തും മഞ്ഞ് തന്നെയല്ലേ, നിങ്ങൾക്ക് മതിയാവുന്നില്ലേന്ന്. നമ്മൾക്കെന്ന് വെച്ചാൽ ഇത് ആദ്യമായിട്ട് കാണുന്ന ഒരു കാര്യമായതുകൊണ്ട് നമ്മൾ എല്ലായിടത്തും പോകണം, മഞ്ഞ് കാണണം എന്ന് തന്നെ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ റൈറ്റ് സൈഡിൽ കുറച്ച് പേര് ഇരുന്ന് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കഴിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. മാഗി പോലെയുള്ള ചെറിയ ചെറിയ ലഘുഭക്ഷണങ്ങളൊക്കെ ഇവിടെ കിട്ടും കേട്ടോ. കാവ അതൊക്കെയാണ് ഇപ്പോൾ ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഒരുപാട് ബിൽഡിങ്ങുകൾ കാണാം കേട്ടോ. ചിലതെല്ലാം പകുതി മൂടി കിടക്കാണ് മഞ്ഞ് വീണിട്ട്. കാശ്മീരത്തെ സ്ഥിര താമസക്കാർ കാശ്മീരിൽ മഞ്ഞൊക്കെ വീണ് ആ ഒരു പീക്ക് ടൈമിൽ എത്തുമ്പോൾ അവർ കാശ്മീരിൽ നിന്നും ജമ്മുവിലേക്ക് കുറച്ച് നാളത്തേക്ക് താമസം മാറ്റും കേട്ടോ. ഫുള്ള് മഞ്ഞാണ് കേട്ടോ. നമ്മളിപ്പോൾ കുറച്ച് ഹൈറ്റിലേക്കാണ് നിൽക്കുന്നത്. അപ്പോൾ താഴത്തേക്കൊക്കെ നോക്കുമ്പോൾ ഒരുപാട് ആളുകൾ അതിൽ നടന്നു പോകുന്നതാണ്. ചെറിയ ചെറിയ രീതിയിൽ മഞ്ഞിലൂടെ കറുത്ത കുഞ്ഞുറുമ്പുകൾ നടന്നു പോകുന്ന പോലെയാണ് നമുക്കത് കാണുന്നത്. അപ്പോൾ ഞങ്ങൾ വീണ്ടും കുറേ റീൽസൊക്കെ എടുക്കുകയാണ്. നല്ല വെയിലുണ്ട് കേട്ടോ, അതുകൊണ്ട് തണുപ്പിൻ്റെ ആ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഗുൽമർഗിലെ വിശേഷങ്ങൾ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വേറൊരു ദിവസം വരാം. താങ്ക് യു.